الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أولم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി തഖ്വയോടുകൂടി ജീവിക്കാനും ആ നിലയ്ക്ക് തന്നെ മരിക്കാനും വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഓരോ ദിവസവും ഓരോ സന്ദർഭങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലത്താണ് നമ്മളൊക്കെ ഉള്ളത്. ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന സമയമാണല്ലോ ഇത്. നമുക്കൊക്കെ മക്കളായും പേരമക്കളായും നമ്മൾ സ്നേഹിക്കുന്ന ബന്ധു മിത്രാദികളിലെ കുട്ടികളായും അറിവിന് വേണ്ടി ആദ്യമായിട്ടോ അല്ലെങ്കിൽ പഠന വർഷത്തിൻ്റെ തുടക്കത്തിലോ ഒക്കെ പറഞ്ഞയക്കുന്നവരാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കുട്ടികൾ നന്നായി തീരാൻ വേണ്ടിയും നമ്മൾ ഏറെ പണം ചെലവഴിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് എത്ര ചെലവഴിച്ചാലും മക്കള് നന്നായി വലുതായി തീരണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മളെ കുട്ടികളെ കലാലയങ്ങളിലേക്ക് വിടുന്നത്. നാട്ടിലാണെങ്കിലും പുറം നാടുകളിലേക്കാണെങ്കിലും പല രക്ഷിതാക്കൾക്കും അവർ പഠിച്ചു വലുതായി വലിയ ഉദ്യോഗസ്ഥന്മാരായി സ്ഥാനമാനങ്ങൾ കിട്ടി കൈ നിറയെ പണം കിട്ടുന്ന സമ്പന്നന്മാരായി തീരണം എന്ന ദുനിയാവിൻ്റെ ആഗ്രഹം മാത്രമേ
പല രക്ഷിതാക്കൾക്കും ഉണ്ടാവാറുള്ളൂ. എന്നാൽ കുറച്ചാളുകളെങ്കിലും എൻ്റെ കുട്ടി പഠിച്ച് വളർന്ന് നല്ല ഒരു തരത്തിലെത്തണം എന്നതോടൊപ്പം ഒരു മുഅ്മിനായി വിശ്വാസിയായി ആഖിറവും കൂടി കിട്ടുന്ന മക്കളാവണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. നമ്മളൊക്കെ രക്ഷിതാക്കളാണല്ലോ. നമ്മളെ മക്കളെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദുനിയാവ് മാത്രം മതി എങ്കിൽ ദുനിയാവ് കിട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മുടെ ഔദ്യോഗിക രംഗങ്ങളിലും അനൗദ്യോഗിക രംഗങ്ങളിലും പണം നേടാനുള്ള വകുപ്പുകൾ എത്രയോ ഉണ്ട്. നമുക്കൊക്കെ അറിയാം. ചികിത്സാ രംഗത്ത് രോഗികളെ പിഴിഞ്ഞാൽ പണം കിട്ടും. സാങ്കേതിക രംഗത്ത് നാട്ടുകാരെയും സർക്കാരിനെയും പറ്റിച്ചാൽ പണം കിട്ടും. ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വം നിർവഹിച്ച് കൊടുക്കണമെങ്കിൽ ശമ്പളത്തിൻ്റെ പുറമെ കൈക്കൂലി വേണം എന്ന് പറഞ്ഞാൽ കിട്ടും. പലിശ വാങ്ങി അതിൽ കൂടി ജീവിക്കാൻ കഴിയും. വ്യാജമായി കച്ചവടം നടത്തി ജീവിക്കാൻ കഴിയും. നല്ല പണം കിട്ടുന്ന പുതിയ പുതിയ മാർഗങ്ങൾ ലഹരി വിൽപ്പനയായും മറ്റുമൊക്കെയുണ്ട്. അങ്ങനെ നാളെ എൻ്റെ മകൻ വലുതാകുമ്പോൾ, അവർ കല്യാണം കഴിച്ച് വലുതായി ഒരു കുടുംബമാകുമ്പോൾ നല്ലൊരു പണക്കാരനായി തീരാൻ ആവശ്യമായ തന്ത്രവും അറിവും ഉദ്യോഗവും സർട്ടിഫിക്കറ്റുകളും ഒക്കെ മതിയോ നമുക്ക്? അതല്ല, അതോടൊപ്പം ജീവിക്കാൻ മറ്റുള്ളവരുടെ നേരെ കൈ നീട്ടാതെ തന്നെ ജീവിക്കാനും, എന്നാൽ മുഅ്മിനായി വിശ്വാസിയായി മരിക്കാനും പറ്റുന്ന ആഖിറത്തിലേക്കുള്ള വിവരങ്ങൾ വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. വെറുതെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനോട് പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ പള്ളിയിലിരുന്ന് ദിക്ർ ചൊല്ലിയാൽ ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയും തുരുതുരാ വീണ് അത് പെറുക്കിയെടുത്ത് ജീവിക്കാനൊന്നും നിനക്ക് കഴിയില്ല. അതുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് തന്നെ, ഇബാദത്തെടുത്തുകൊണ്ട് തന്നെ ആകാശത്ത് നിന്ന് പടച്ചവൻ ഇറക്കിത്തരുന്ന മഴവെള്ളം കെട്ടി നിർത്തി അത് കൃഷിയിടങ്ങളിലേക്ക് ചാലായി കീറി അതുകൊണ്ട് കിട്ടുന്ന കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കണം എന്ന് ഉമർ ഖത്താബ് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഭരണ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അപ്പൊ നമ്മൾ വെറുതെ കിട്ടുകയില്ല. നമ്മുടെ മക്കളൊക്കെ നന്നായി തീരണം. നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടും ആയില്ല. കുറെ നമ്മുടെ ഭാഗ്യമാണ്. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും എത്ര രക്ഷിതാക്കളാണ് കഷ്ടപ്പെട്ട് ജീവിച്ച് അവസാനം മക്കൾ പറക്കമുറ്റി ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ രക്ഷിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ഒരുപാടുണ്ട്. ജീവിതത്തിൽ ഒരു സന്തോഷം പോലും അനുഭവിക്കാതെ മക്കൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവസാനം നന്നാവാതെ പോകുന്ന നിർഭാഗ്യം പലർക്കും കൊടുങ്ങാറുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയേ മാർഗമുള്ളൂ. പക്ഷെ നമ്മുടെ അടുക്കൽ കുറേയൊക്കെ ഒരു കരുതൽ വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദമ ഇൻഖതഅ അമലുഹു ഇല്ലാ ബിസ്സലാസ്. മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമല് 3 കാര്യമല്ലാത്തതൊക്കെ അമലിന്റെ അവധി കഴിഞ്ഞു, അത് എക്സ്പയറിയായി. ഇനി അമലെടുക്കാൻ പറ്റൂല, അതിന്റെ കൂലി വാങ്ങാനേ പറ്റുള്ളൂ. പക്ഷെ 3 കാര്യം നമ്മൾ മരിച്ചാലും നമ്മുടെ അമലായി ഇവിടെ ബാക്കി നിൽക്കും. അതിൽപ്പെട്ട ഒരു കാര്യം നബി പറഞ്ഞത് സദഖത്തുൻ ജാരിയ. എന്തെങ്കിലും ഉപകാരപ്രദമായ ദാനധർമ്മങ്ങൾ ആവും കാലത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മരിച്ചാലും അത് ഉപകരിക്കും. നമ്മുടെ പള്ളികളും നമ്മളുടെ മദ്രസകളും നമ്മളിവിടെ കത്തുന്ന ബൾബുകളും ഫാനുകളും ഇവിടെയുള്ള വിരിപ്പുകളും അതൊക്കെ ആരുടെയൊക്കെയോ നമ്മളറിയാത്ത, ഒരുപക്ഷെ നമ്മളെ തിരിച്ചറിയാത്ത ആളുകളുടെ സദഖയാണ്. വഖഫുകൾ, ഇത്ര വഖഫുകളുണ്ട്. അവരൊക്കെ മരിച്ചുപോയി. അവരെപ്പറ്റി ആർക്കും അറിയില്ലെങ്കിലും ആ വഖഫുകൾ അവർക്ക് വലിയ വരുമാനം പരലോകത്തേക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. അതാണ് സദഖത്തുൻ ജാരിയ, എന്നും നിലനിൽക്കുന്ന ധർമ്മങ്ങൾ.
രണ്ടാമതായി നബി പഠിപ്പിച്ചത് ഇൽമുൻ യുന്തഫഉ ബിഹി എന്ന, നമ്മൾ പഠിപ്പിച്ചു വിട്ട മക്കൾ, അത് ഔദ്യോഗികമായി സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങി പഠിപ്പിച്ചു വിട്ട മക്കളാണെങ്കിലും അതല്ലാതെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് അങ്ങനെ വളർന്നു വന്ന മക്കളാണെങ്കിലും ആളുകളാണെങ്കിലും നമ്മളുടെ ഇൽമ്, നമുക്കറിയുന്ന കാര്യങ്ങൾ അത് വളരെ കുറച്ചുള്ളതാണെങ്കിൽ പോലും അത് മറ്റുള്ളവരെയും കൂടി പറഞ്ഞ് പരിശീലിപ്പിച്ച് പഠിപ്പിച്ചാൽ അവർ ചെയ്യുന്ന അമലുകളും അതിൻ്റെ പ്രതിഫലം നമ്മൾ മരിച്ചു പോയാലും അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെയൊക്കെ പഠിപ്പിച്ച, നമസ്കരിക്കാൻ പഠിപ്പിച്ച മൊല്ലാക്കമാര് അല്ലെങ്കിൽ ഉസ്താദുമാര് നമുക്കൊക്കെ ഓർമ്മയുണ്ടാവണമെന്നില്ല. പക്ഷേ അവരൊക്കെ നമുക്ക് നഖം മുറിക്കാൻ, പല്ല് തേക്കാൻ, നമസ്കരിക്കാൻ, മുതിർന്നവരെ ആദരിക്കാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ചില ദിക്റുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കും അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമതായി നമ്മൾ മരിച്ചാലും കിട്ടുന്നതാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. വലതും സ്വാലിഹുൻ യദ്ഉ ലഹു. വെറും മക്കളെ ജനിപ്പിച്ചു വിട്ടാൽ പോരാ എന്നുള്ളിടത്താണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം പറയുന്നത്. നമുക്കൊരുപാട് മക്കളുണ്ടായി എന്നതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവണം. അത് പ്രാർത്ഥിക്കുന്നവരാവണമെങ്കിൽ അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കണം. അതിന് നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെയൊക്കെ മക്കളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ പ്രാഥമികമായി അറിയേണ്ട കാര്യങ്ങൾ പോലും അറിയാത്ത ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നത് എന്നതൊരു വസ്തുതയാണ്. ഒരുപക്ഷെ നമ്മളിരിക്കുന്ന മുതിർന്ന ആളുകൾ അങ്ങനെ ആയിരുന്നില്ല വളർന്നു വന്നത്. അത്യാവശ്യമായി നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, ഓതേണ്ടത്, ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെല്ലേണ്ടത്, പറയേണ്ടത് എന്നൊക്കെ നമുക്ക് വിവരമില്ലാത്ത, ആ പരിഷ്കാരമില്ലാത്ത, ലോകജ്ഞാനമില്ലാത്ത നമ്മുടെ കാരണവന്മാർ, വാപ്പിയമ്മയും അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വല്യമ്മമാരും വല്യപ്പന്മാരും നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അങ്ങനെയാണോ? യദ്ഉ ലഹു, അവർക്ക് വേണ്ടി മരിച്ച അപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ചിന്ത, അറിവ് നൽകിയിട്ടുണ്ടോ? എത്രമാത്രം നമ്മളുടെ അറിവ് കുറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഫാത്തിഹ ചൊല്ലിച്ചു നോക്കൂ, എന്താണ് അതിൽ പറയുന്നതെന്ന് ചോദിച്ചു നോക്കൂ. ഒരു അത്തഹിയ്യാത്ത് ഓരിച്ചു നോക്കൂ, നമ്മൾ തന്നെ ഒന്ന് ചൊല്ലി നോക്കൂ. എവിടൊക്കെയാണുള്ളത്? വളരെ പ്രാഥമികമായി ഒരു പള്ളിയിൽ വന്നാൽ എവിടെ സ്വപ്പ് നിൽക്കണം എന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല. നമുക്കും അറിയില്ല. നമുക്ക് കിട്ടിയോടത്ത് നിൽക്കും. ഇമാം എവിടെയാണോ, ഒരു ഇമാമ് നിൽക്കുകയാണെങ്കിൽ ആ ഇമാമിന്റെ വലതുഭാഗത്താണ് രണ്ടാമതായി വരുന്നവൻ നിൽക്കേണ്ടത്. മൂന്നാമതായി വരുന്നവൻ നിൽക്കേണ്ടത് അവന് സൗകര്യമുള്ളയിടത്തല്ല, ഫേൻ എവിടെയാണ് എന്ന് നോക്കിയിട്ടല്ല, അവന്റെ ഇടതുഭാഗത്താണ്. അവിടെ ഇടതാണ് പുണ്യം. ആദ്യം പറഞ്ഞിടത്ത് വലതാണ് പുണ്യം. രണ്ടാമത് വരുന്നവന് ഇടതുഭാഗമാണ് പുണ്യം. അങ്ങനെ ഇമാമിനെ മധ്യത്തിലാക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരത്തിന്റെ ഏറ്റവും ലളിതമായ പാഠങ്ങൾ. അതുപോലും അറിയില്ല. 10 ആള് പള്ളിയിൽ കയറിയാൽ 10 ആളും 10 സ്ഥലത്ത് ഓരോ മൂലയിൽ ചെന്ന് നമസ്കരിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നത് എന്തുകൊണ്ടാണ്? ജമാഅത്തിന്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്. ജമാഅത്ത് നമസ്കാരത്തിന്റെ പുണ്യം അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ നമസ്കരിക്കുന്നത് എൻ്റെ മുമ്പിൽ ഒരു മറ വെക്കണം. സുത്രത്തുൽ മുസല്ലി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഓരോ അധ്യായം തന്നെയുണ്ട്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒരു മറയുടെ മുമ്പിൽ നിന്നായിരിക്കണം നമസ്കരിക്കേണ്ടത്. അതൊരു സ്വപ്പിന്റെ മറയായാലും തൂണിന്റെ മറയായാലും ചുവരിന്റെ മറയായിരുന്നാലും എന്നാണ് നബി പഠിപ്പിച്ചത്. അതൊരു ഫർളൊന്നുമല്ല, കാഫറായി പോകുന്നല്ല എന്ന കാര്യമൊന്നുമല്ല. പക്ഷെ പ്രാഥമികമായ കാര്യമെങ്കിലും ദീനിന്റെ കാര്യം അറിയാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു. ആകെ കൂടി നമ്മുടെ മദ്രസയാണ് നമുക്ക് അറിയാനുള്ള മാർഗം. അതും സർട്ടിഫിക്കറ്റ് എത്ര കിട്ടുന്നു, വിജയ ശതമാനത്തിൽ നമ്മൾ ഒതുങ്ങിക്കൂടുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടക്കുന്നില്ല. മതം ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സ്പെയിൻ
ഒരു കാലത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വിളങ്ങുന്ന ലോകത്ത് മാതൃകയായ രാജ്യമായിരുന്നു സ്പെയിൻ. ജിബ്രാൾട്ടറിൽ കൂടി താരിഖ് ഇബ്നു സിയാദ് കയറി ചെന്ന് പിടിച്ചടക്കിയ യൂറോപ്യൻ രാജ്യം ഇസ്ലാമിന്റെ മാതൃകാ രാജ്യമായിരുന്നു. ഇന്ന് അവിടെ ഇസ്ലാം എന്ന് ഉറക്കെ പറയുന്നത് കേട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. പോർച്ചുഗൽ ഇസ്ലാമിക രാജ്യമായിരുന്നു, ഇന്ന് അവിടെ നിന്ന് മിണ്ടാൻ പാടില്ല. അർമീനിയ ഇസ്ലാമിക രാജ്യമായിരുന്നു, ജോർജിയ ഇസ്ലാമിക രാജ്യമായിരുന്നു, സൈപ്രസ്, റോഡസ് ഇസ്ലാമിന്റെ രാജ്യമായിരുന്നു. പല രാജ്യങ്ങളും ചൈനയും റഷ്യയും അതിന്റെ പിന്നിൽ വരുന്നു. എന്താ പ്രശ്നം? ഇസ്ലാമിനെ അറിയാത്തൊരു തലമുറ അവിടെ ഉണ്ടായി. ബോധപൂർവമായി അങ്ങനെ ഒരു തലമുറയെ ഉണ്ടാക്കി. എന്താണ് തന്റെ ദീനെന്നറിയാത്ത, അസ്തിത്വമറിയാത്ത ഒരു തലമുറ ഉണ്ടാക്കി. അവസാനം ആ തലമുറയ്ക്ക് തോന്നി, അതൊന്നും ഇസ്ലാമിനെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വലിയ പള്ളിക്കൂടാരങ്ങൾ, അത് ഗോഡൌൺ ആക്കിക്കൂടെ എന്ന്. അവിടെയുള്ള പള്ളികൾ, അവിടെയുള്ള കലാലയങ്ങൾ, ആദ്യകാലത്തെ യൂണിവേഴ്സിറ്റികൾ ഗോഡൌണുകളോ നാടകശാലകളോ അതല്ലെങ്കിൽ സ്റ്റേഡിയങ്ങളോ ആക്കി, ഇൻഡോർ സ്റ്റേഡിയങ്ങളോ ആക്കി മാറ്റിയിരിക്കുന്നു. എന്തേ കാരണം? പഠിച്ചവൻ നമ്മളെ ശിക്ഷിച്ചതൊന്നുമല്ല. നമുക്ക് വേണ്ടാത്തത് അള്ളാഹ് നമുക്ക് തന്നില്ല. നമ്മുടെ മക്കളെ നമ്മൾ ദീനിയായ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ, നമുക്കങ്ങനെ വേണ്ടെങ്കിൽ അള്ളാഹ് നമുക്ക് അങ്ങനെയുള്ള മക്കളെ തരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരൊക്കെ ഒരു സാമൂഹ്യ ജീവികളാണ്. ഒറ്റക്ക് ഇങ്ങനെ നടക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങാടിയിൽ ചെന്നാൽ ഒറ്റക്കൊരു ഭാഗത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നാലാളുകളോടത്തൊന്ന് പോയി നോക്കും. സാമൂഹ്യ ജീവിയാണ്. നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെയാണ്. കുട്ടികളുമായി കൂടിക്കലരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് കുട്ടികൾ കുറെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മർഉ അർറജുലു അലാ ദീനി സാഹിബിഹി. ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ മതം ഏതാണോ അതിലായിരിക്കും. നമ്മൾ കൂടെ കൂടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ കൂടി ജീവിക്കാനാ പറഞ്ഞത്. ഒരു മനുഷ്യൻ ജനങ്ങളുടെ കൂടെ കൂടാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവന് ഖൈറില്ല എന്നാ പറഞ്ഞത്. ആളുകളുടെ കൂട്ടത്തിൽ കൂടണം. ഏത് ജാതി മനുഷ്യരാണെങ്കിലും, ഏത് മോശപ്പെട്ട കൂട്ടമാണെങ്കിലും ആ കൂട്ടത്തിൽ കൂടണം. ആവശ്യമുള്ളത് ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. എന്നാൽ അവരിൽ നിന്നുള്ള തിന്മ നമ്മൾ സ്വീകരിക്കരുത് എന്ന് റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട് ഒഴിഞ്ഞു മാറി ജീവിക്കാനല്ല. പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നുള്ള ദീൻ, അവരുടെ മതം, അത് നമ്മൾ സ്വീകരിച്ച്, മതം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത രീതി, അവരുടെ ശൈലി, അതിൽ നമ്മൾ സ്വീകരിക്കാൻ പാടില്ലെന്നും, അത് നമ്മൾ സ്വയം നമുക്ക് ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ നമ്മുടെ കുട്ടികൾ വിദേശത്താണെങ്കിലും നമ്മുടെ കൺമുമ്പിലാണെങ്കിലും ദൂരദിക്കുകളാണെങ്കിലും ആരുടെ കൂട്ടത്തിലാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അവരുടെ ഫീസ് അടക്കലും അവർക്ക് വസ്ത്രവും ചികിത്സയും എത്തിക്കലും മാത്രമല്ല, അതൊക്കെ തൽക്കാലം കുറച്ച് കുറഞ്ഞാലും ശാശ്വതമായ ജീവിതം നഷ്ടം വരുത്തുന്ന, കുറവുണ്ടാക്കാതിരിക്കാൻ ആ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. LP സ്കൂളിലാണെങ്കിലും UPയിലാണെങ്കിലും ഹൈസ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ കലാലയങ്ങളിലാണെങ്കിലും ആ കുട്ടികളെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ കുറഞ്ഞ് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ നമ്മുടെ അടുത്ത തലമുറ എന്തിന് ഈ പള്ളികളും ഈ ദീനിനെ പറ്റി പ്രാഥമികമായ ഒന്നും അറിയാത്ത ഒരവസ്ഥ വരും. എത്ര രക്ഷിതാക്കളുണ്ട് കുട്ടികളെ നന്നാക്കി വളർത്തിയെടുത്ത് വലിയ ആളുകളാകണം എന്ന് വിചാരിച്ച് അവസാനം ആ കുട്ടികൾ തിരിഞ്ഞു നോക്കാതെ എന്ന് എന്റെ രക്ഷിതാവ് എന്തിനെന്നെ വളർത്തി എന്ന് പോലും ചിന്തിക്കുന്ന മക്കൾ വളർത്തിയെടുക്കേണ്ടി വന്ന ദുരന്തം പേറുന്ന രക്ഷിതാക്കൾ എത്രയുണ്ട്. മക്കളുടെ കാര്യത്തിൽ കണ്ണുനീര് പേറുന്ന, പിതാവിന്റെ കഷ്ടപ്പാടുകളെ, വേദനകളെ അറിയാൻ സമയം കിട്ടാത്ത എത്ര മക്കളുണ്ട്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹ് എന്ന ബോധം ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി എന്നൊരു മഹാനായ മനുഷ്യൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യനെ നമ്മൾ അന്വേഷിക്കണമെങ്കിൽ അവന്റെ പണം എത്രയാണ്, അവന്റെ ബാപ്പ എവിടെയാണ്, ഏത് തറവാട്ടിലാണ് എന്നല്ല ഒരു മനുഷ്യനെ പറ്റി നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ ആളുകളെ പറ്റി അന്വേഷിക്കും, കല്യാണത്തിന് വേണ്ടി, മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി. ഹോസ്റ്റലിൽ ആരൊക്കെയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ആരാണ്, എവിടുത്തുകാരനാന്നൊക്കെ അന്വേഷിക്കാറില്ലേ?
അനിൽ മർഇ ലാ തസ്അൽ, അവനെ പറ്റിയല്ല നീ അന്വേഷിക്കേണ്ടത്. വസൽ അൻ ഖരീനിഹി, അവന്റെ കൂട്ടുകാരനെ പറ്റി അന്വേഷിക്കുക. ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി, ഓരോ കൂട്ടുകാരനും അവന്റെ കൂട്ടുകാരനുമായി പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതമായിരിക്കും. അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. 1 മുതൽ അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടൻ മുതൽ അവന്റെ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് വേണ്ടത്. എന്നാൽ പോലും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വളർത്തിയെടുത്തിട്ട് പോലും കാര്യങ്ങളാവുന്നില്ല എന്നുള്ളിടത്തല്ലേ നമ്മളുടെയൊക്കെ അനുഭവം. അത് നമ്മൾ ശ്രദ്ധിക്കണം. വഞ്ചകന്മാരും തോന്നിവാസികളുമായ ആളുകളുടെ കൂട്ടത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. എത്ര ആളുകളുണ്ട്, ഈമാനും ഇഖ്ലാസൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ പെട്ടുപോകാണ്. മറ്റവന്റെ കൂട്ടത്തിൽ പെട്ട് അവിടെ ഇരുന്നു, പള്ളി പോയിരുന്നു, അതിൻ്റെ അടിയിൽ കൂടി അവിടെ വിളിച്ച് അവിടെ ഇരുന്നു, പിന്നെ അതില്ല. അല്ലെങ്കിൽ വാപ്പ വിളിച്ചെടുത്തേക്ക് ഉപ്പാനെ വാക്ക് വേണ്ടി അങ്ങോട്ട് പോകുകയെന്ന്, അപ്പോൾ ആ കൂട്ടുകാരൻ വിളിച്ചത് ഓൻ്റെ ഒപ്പാണ് പോയി, ഇപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയായി. ഉമ്മ എന്തെങ്കിലും ആയിക്കോട്ടെ, ഉമ്മാക്ക് മരുന്നിന് പോകുകയെന്നു. അതിന്റെ നേരത്താണ് വേറൊരു പ്രശ്നം വന്നത്, കൂട്ടുകാരോടൊപ്പം അങ്ങോട്ട് പോയി. ഇങ്ങനെയുള്ള വഞ്ചന നിറഞ്ഞ ഒരു തലമുറകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടം മാത്രമൊന്നുമല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജീവിച്ച കാലം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൊട്ട് ശേഷമുള്ള കാലമാണ്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ കാലം സഹാബിമാരുടെ കാലമാണ്, താബിഈകളുടെ കാലമാണ്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ 4ാമത്തെ മനുഷ്യൻ. അദ്ദേഹം പറയുന്നുണ്ട്, വഅസ്ലമനി സമാനു ഇലാ സദീഖിൻ കസീരിൽ ഗദ്രി ലൈസ ലഹു ഇഖാഉ, കാലം എന്നെ പിടിച്ചേൽപ്പിച്ചത് വഞ്ചകനായ ഒരു ചങ്ങാതിയുടെ കയ്യിലാണ്. അഖില്ലാഉൻ ഇദസ്തഗ്നൈതു അൻഹും വഅഇദാഉൻ ഇദാ നസലൽ ബലാഉ, അവരെ എനിക്ക് ആവശ്യമില്ലാത്ത തരം ഞാൻ സമ്പന്നനാണെങ്കിൽ എന്നോട് കൂട്ടുകൂടാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്നാലോ എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എനിക്ക് വല്ല ബലാഅ് മുസീബത്തും വന്നാൽ കൂട്ടുകാരൊക്കെ എന്നെ അറിയാത്ത പോലെ തിരിഞ്ഞു നടക്കുന്ന ശത്രുക്കളായി മാറുന്നു. യുദീമൂനൽ മവദ്ദത മാ യദൗനി, എന്നെ അവർ സ്നേഹിക്കുന്ന കാലം, ലഖൂനി, എന്നെ കണ്ടുമുട്ടുന്ന കാലത്തോളം അവരെന്റെ മുമ്പിൽ പുഞ്ചിരിയും സൗഹൃദവും പ്രകടിപ്പിക്കും. വയബ്ഖൽ വുദ്ദു മാ ബഖിയൽ ലിഖാഉ, ആ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ മാത്രമേ അവരുടെ സ്നേഹവും പുഞ്ചിരിയും ഉള്ളൂ. എന്നോട് അവർക്ക് യഥാർത്ഥമായ സ്നേഹമില്ല. വകുല്ലു മവദ്ദത്തിൻ ലില്ലാഹി തസ്ഫു വലാ യസ്ഫു മഅൽ ഫിസ്ഖിൽ ഇഖാഉ, എല്ലാ സൗഹൃദവും സ്നേഹവും പഠിച്ചവന്റെ മാർഗത്തിൽ ഉണ്ടാക്കിയാലേ ആ സ്നേഹം നിലനിൽക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ കുട്ടികളെ നിങ്ങൾ നല്ല കൂട്ടുകാരെ പിടികൂടിയാൽ ആ സ്നേഹം നിങ്ങളുടെ മരണവും മരണശേഷവും നിലനിൽക്കും. നമ്മുടെയൊക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമായിരിക്കണം. അവൻ നല്ല ആളാണ്, അതുകൊണ്ട് അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അവൻ മോശക്കാരനാണ്, അതുകൊണ്ട് അവനോടുള്ള ബന്ധം ഞാൻ നിലനിർത്തണം. പക്ഷേ ആ കൂട്ടുകെട്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ മുതിർന്നവരും കുട്ടികളും നമ്മളൊക്കെ ആകുന്ന ഒരു കാലമാ. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിലാകുന്ന ഒരു കാലമാണ് നമ്മുടെ കുട്ടികളുടെ കാലം, നമ്മുടെയും കാലം. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ റബ്ബി ഇത്തഖദു യഖൂലു യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അല്ലാഹു സൂറത്തുൽ ഫുർഖാനിൽ പറയുന്ന ഒരു താക്കീതാണ്. ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ കൈവിരൽ കടിക്കും, അഥവാ ഖേദിക്കും. എന്നിട്ട് അവൻ പറയും, യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, എന്റെ നാശമേ, ഇപ്പോൾ ഞാൻ പെട്ടുപോയല്ലോ. റസൂലിന്റെ മാർഗത്തിൽ വഴി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, പടച്ചവനെ, ഞാൻ കുടുങ്ങിപ്പോയി. ഇന്ന കൂട്ടുകെട്ടിൽ ഞാൻ പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഇന്ന ആളെ ഞാൻ ചങ്ങാതിയാക്കി അവന്റെ കൂടെ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു.
ലഖദ് അളല്ലനി അനിൽ ദിക്രി, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന് എന്റെ ചങ്ങാതിമാർ, എന്റെ കൂട്ടുകാര് എന്നെ പിഴപ്പിച്ചു കളഞ്ഞു. ബഅദ ഇദ് ജാഅനി, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ എനിക്ക് എന്റെ ഉപ്പ ഉണ്ടാക്കി തന്നിരുന്നു, എന്റെ ഉമ്മ ഉണ്ടാക്കി തന്നിരുന്നു, എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നു, ഞാൻ പഠിച്ചു മനസ്സിലാക്കി, എന്റെ ഉസ്താദുമാർ എന്നെ പഠിപ്പിച്ചിരുന്നു. ഞാൻ പല കാര്യങ്ങളും കേട്ടപ്പോൾ അല്ലാഹുവിനെ പറ്റി ഓർക്കണമെന്ന ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാരുടെ കൂട്ടത്തിൽപ്പെട്ട് ലഖദ് അളല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി, അല്ലാഹു പറയുന്നു വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. അങ്ങനെയാണ് പിശാച് മനുഷ്യനെ കൈവിട്ടുപോയി വഞ്ചിക്കുന്ന അവസ്ഥ. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ തിന്മയിലേക്ക് പോകരുത്. പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ തിന്മയിലേക്ക് പോകരുത്. ശ്രദ്ധിക്കേണ്ടയിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ദുരന്തങ്ങൾ കടലിലും കരയിലും അതുപോലെ തന്നെ അന്തരീക്ഷങ്ങളിലും നിരന്തരമായി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്നുറപ്പാണ്. എന്തുകൊണ്ടാണ് അതൊക്കെ പിന്നെ അന്വേഷിച്ചോളും. എന്തുകൊണ്ട് കപ്പൽ മുങ്ങി, എന്തുകൊണ്ട് തീ പടർന്നു കടലിൽ, എന്തുകൊണ്ട് അന്തരീക്ഷത്തിൽ വിമാനം പൊട്ടിപ്പളർന്നു, അതൊക്കെ അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിച്ചോളും. പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, മനുഷ്യന്റെ തഖ്ദീർ, മനുഷ്യന്റെ തീരുമാനത്തിന്റെ അപ്പുറം അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളുടെ മുമ്പിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ വന്നാലേ അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് അനുകൂലമാകൂ. അതിന് ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മാസത്തിലൊരിക്കൽ നമ്മൾ സ്വീകരിച്ചു വരാറുള്ള പള്ളിപ്പണ്ടിന്റെ ദിവസമാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. നമുക്ക് നല്ല ചിന്തയും ബോധവും തഖ്വയും അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യ കുടുംബങ്ങളെയും അള്ളാഹു തആല എല്ലാ തിന്മകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് ശാന്തിയും സമാധാനവും അള്ളാഹു തആല നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കെല്ലാം അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി പരലോകത്ത് സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.